ഇത് വെച്ചോളൂ. ഓക്കെ മാഡം. മാഡം, ഇതാ ഡയറി. ഫോട്ടോസ് എടുക്ക. എന്താടോ, കൊല ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് വന്നാ? സർ 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 എന്റെ ഭാര്യ ആരോ കൊന്നതാന്ന് പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കുന്നു വിചാരിച്ചോ? ക്രിമിനൽ. എന്താണോ ഈ വീടിന് പോകൊണ്ട് മറ്റുള്ളവർ ആരോഗ്യം പോകുന്നത്? സോറി സർ. എന്താണോ അത്? അടുത്ത മുറിയില് ഇൻട്രോഗേഷൻ നടക്കുക. സ്ത്രീകളെ തല്ലരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ലെങ്കിൽ തന്നെ നമുക്ക് ചീത്തപ്പേരാ. തല്ലുന്ന സ്ത്രീകളല്ലേ? സാറിന് എങ്ങനെ തോന്നിയോ സാർ? ഞാൻ വിളിച്ചോണ്ട് വരാം. ഏയ് പാർവതി, നീയോ? വീണ്ടും തുടങ്ങിയല്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ പാർവതി, അവര് പറയുന്നൊന്നും വിശ്വസിക്കരുതെന്നാ. കഷ്ടം. ഇല്ല സർ, അവളെ പറ്റി പറഞ്ഞപ്പോ വളരെ വിഷമം തോന്നി. എന്താ കാര്യം? പാവം, സ്വന്തം കുഞ്ഞിന് വേണ്ടിയേ സർ. അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അതിനുമ്പ് കൊച്ചുവായോ? കല്യാണം കഴിഞ്ഞില്ലെന്നോ? സാറിനെങ്ങനെ അറിയാം? പോലീസുകാരനായിരുന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ പാർവതി? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും അവളെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. ഹെഡ് കോൺസ്റ്റബിൾ സാറേ, ആ കേസ് ഒന്ന് ഡീൽ ചെയ്യ. ശരി സാർ. പാർവതി, നമ്മുടെ ഹീറോ എവിടെ? എന്താ കേസ്? മർഡറാണോ? പയ്യനെ കണ്ടിട്ട് നല്ല പാവം പോലെ ഉണ്ടല്ലോ. മർഡർ ചെയ്യോ? അത് നിങ്ങളാണ് സാർ പറയേണ്ടത്. എന്ത് കേസാണോ എന്തോ. ലൈഫില് എൻജോയ്മെന്റ് കിട്ടാത്തൊരവസ്ഥയാ പാർവതി. പാർവതി പോയോ? ഓ, ഇപ്പുറത്തെത്തിയോ? അങ്ങനെയല്ലേ പാർവതി? നിങ്ങളെ ലൈഫിനെ കുറിച്ച് എനിക്കെങ്ങനെ അറിയാം സാർ? പിന്നെ അറിയണ്ടേ? എടോ, ഇങ്ങോട്ടൊന്ന് വന്നേ. സർ, താൻ പോയിട്ട് നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും ഒന്നും ആയിക്കൊണ്ടോ. ഇവിടെയോ? സർ, ഇൻവെസ്റ്റിഗേഷൻ. അതൊക്കെ എനിക്കറിയാം. രാവിലെ കേസെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയല്ലേ? ടിഫിൻ പോലും കഴിച്ചിട്ടില്ല ഞാൻ. സോറി സർ. നല്ല വിശപ്പാടോ. ചെല്. സർ, ടിഫിൻ. അങ്ങനെ വെറുതെ കുത്തിയിരിക്കാതെ തന്റെ കഥയൊന്ന് പറ. ടൈം പാസ് ആവട്ടെ. ഇപ്പോ തെറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഒരു വേർഷൻ ഉണ്ടാവും. നീ സത്യത്തിൽ തെറ്റ് കേട്ടില്ലെങ്കിൽ നിന്റെ വേർഷൻ എന്ന് പറഞ്ഞേ. എന്താന്ന് വെച്ചാ, ഡോക്ടറിനോടും പോലീസുകാരോടും കള്ളം പറയാൻ പാടില്ല. ഡോക്ടറോട് കള്ളം പറഞ്ഞാ രോഗം മൂർച്ഛിക്കും. അതുപോലെ പോലീസുകാരനോട് കള്ളം പറഞ്ഞാ ശിക്ഷ കൂടും. ഇഫ് യു ആർ റിയലി ട്രൂ, വി വിൽ സെറ്റിൽ ദിസ്. എന്നാലും തെറ്റ് ചെയ്തവന് എന്ത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ നീ എന്താ പറയാൻ പോകുന്നത്? നമ്മളിപ്പോൾ ഒരു പുതിയ യുഗത്തിലാണ് ഉള്ളത്. ഇവിടെ സത്യത്തെ കള്ളമാക്കി മാറ്റാനും തെളിവുകൾ നശിപ്പിക്കാനുമൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് കഴിയും. ഇവിടെ ഒരു ബുദ്ധിമാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും സമൂഹത്തിൽ അവൻ അംഗീകരിക്കപ്പെടും. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്തവൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ തല കുനിഞ്ഞിരിക്കേണ്ടി വരും. ബ്രദർ, അറിവിനും അറിവില്ലായ്മയ്ക്കും ഇടയിൽ ഒരു ചെറിയ നൂലിന്റെ വിടവുണ്ടാ. അത് മുറിക്കുന്നതിന് മുമ്പ് നിന്റെ കഥ എന്നോട് തുറന്നു പറ. അതല്ലെങ്കിൽ പിന്നെ ആ കഥ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. എന്റെ പേര് കാർത്തിക്. ഞാനൊരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. അവാർഡ്സ്, റിവാർഡ്സ് ഇതെല്ലാം എനിക്ക് കോമൺ ആണ്. എനിക്ക് സ്വന്തക്കാരും തന്നെയില്ല. ആൻഡ് ഓൾവേസ് ഐ ലവ് ഓൺലി മൈ വർക്ക്.
ആ റൈറ്റ് സൈഡിലിരിക്കുന്ന മൂന്നാമത്തെ പെണ്ണിനെ അകത്തോട്ട് പറഞ്ഞുവിടെ. നിങ്ങൾ പൊയ്ക്കോ ഗുരു, ഞാൻ ഏറ്റു. ഗുരു റൈറ്റ് സൈഡ് എന്നല്ലേ പറഞ്ഞത്? അത് ഈ സൈഡാണോ അതോ ഈ സൈഡാണോ? ഇത് തന്നെ. മേഡം സാർ അകത്തേക്ക് വിളിക്കുന്നത്, ചെല്ലാൻ പറഞ്ഞു. എന്തിനാണോ എന്തോ. സാറിനെ ഇവിടെ വിളിച്ചതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ് സർ. നോ താങ്ക്സ്, ഇപ്പൊ വേണ്ട. പ്ലീസ് നിങ്ങൾ കുറച്ചു നേരം പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യോ? ഓക്കെ, താങ്ക് യു. ഗുരു ഗുരു നമ്മളെ പറ്റി മാസിന് വന്നിരിക്കുന്നു. നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ചാ. ഗുരു, ആ പെണ്ണ് ടീഷർട്ട് ഇവിടെ വരെ ഇട്ടിരിക്കുന്നു. അത് മുകളിലേക്ക് പൊക്കില്ലെന്നാ പറയുന്നേ. ഋഷ്യ, അത് ഫാഷനാടാ, മനസ്സിലായോ? അതിരിക്കട്ടെ, നിന്റെ അടുത്ത് റൈറ്റ് സൈഡിലുള്ള പെണ്ണെ അയക്കാൻ പറയാം, നീ ലെഫ്റ്റ് സൈഡിലുള്ള പെണ്ണെ അയച്ചേ. എന്താ ഗുരു, എനിക്ക് ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അത് മൂന്നാമത്തെ പെണ്ണാണെന്ന് മാത്രം അറിയാം. അതുകൊണ്ടാണ് നിനക്ക് ഇതുവരെ കല്യാണം നടക്കാത്ത. എന്നാ വെച്ചോ, ഇതും കൊണ്ടുപോയി ടിഫിൻ വാങ്ങിച്ചോണ്ടോ. ശിഷ്യ, അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു വിട്ടേക്ക്, ഒന്നും കൊള്ളത്തില്ല. അപ്സരസനെ പോലുള്ള പെൺപിള്ളേരെ വന്നിരിക്കുന്നത്, ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ല അത്രേ. ഇയാളുടെ കാര്യം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ഗുരു, സമയം ഇപ്പൊ 11 മണി കഴിഞ്ഞു. ഈ നേരത്തെ എവിടുന്ന് ടിഫിൻ കിട്ടാനാ? അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് വന്നു. ശരി ശരി, നീ ഫോട്ടോഷൂട്ടിനുള്ള ഏർപ്പാട് ചെയ്യും. വന്ന മോഡൽസിലെല്ലാം പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ എന്തെടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യും? ഇയാൾക്ക് വട്ട്. ഓൾറെഡി പെണ്ണ് വന്നു കഴിഞ്ഞു, ലൈറ്റ്സ് ഓൺ ചെയ്യും. ഓ അങ്ങനെ. എന്നാ ഞാൻ നീ എന്തോന്നാ ചെയ്യുന്നേ? അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇപ്പൊ ഷൂട്ട് ചെയ്തോ. നടക്കട്ടെ. ശരി, നീ ആ ലൈറ്റ്സ് സെറ്റ് ചെയ്യ്. ഫ്രെയിമിനകത്ത് എന്താ ചെയ്യുന്നേ? ഫോൺ അടിക്കുന്ന ആരാ നോക്ക്. ശരി, നോക്കിയോ, ഞാനിപ്പോ വരാം. നീ അവിടെ എന്താ ചെയ്യുന്നേ? നോക്കിക്കൊള്ളാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ പുറത്തു പോ. പുറത്ത് പോ. പെർഫെക്റ്റ്. ഒന്ന് ലെഫ്റ്റിലോട്ട്. നെക്സ്റ്റ് പൊസിഷൻ. സന്തോഷമായി. ഹോട്ടൽ ഫുഡും പേയ്മെൻറ്റ് ബെഡിലും. ഏത് പെണ്ണിനെ കണ്ടാലും കാർത്തിക് അവിടെ കൊണ്ടുപോ, കാർത്തിക് ഇവിടെ കൊണ്ടുപോ, കാർത്തിക് അത് വാങ്ങിത്താ, കാർത്തിക് ഇത് വാങ്ങിത്താ. എല്ലാവരും വരും, അവരുടെ ജോലിയും തീർക്കും, പോവുകയും ചെയ്യും. ഒരു പെണ്ണെങ്കിലും സ്നേഹത്തോടെ കാർത്തി എന്ന് വിളിച്ചിട്ടുണ്ടോ? അതെ, എനിക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫീലിംഗ് എത്ര നന്നായിരിക്കും. ഗുരു എന്ന് ഷൂസോ തേങ്ങാക്കൊല. ഗുരു സമയമായി, എഴുന്നേക്ക്. നേരം വെളുത്തു. ഗുരു സമയായെന്ന്. അയ്യോ, ഈ കാല് മാറ്റം കൊണ്ട്. അയ്യോ, നേരം 11 മണിയായി. ഇപ്പോഴും ചുമ്മാ ഉറങ്ങുകയാണോ? ഇന്നലെ തന്നെ കെട്ടിറങ്ങിയിട്ടില്ലല്ലേ? ഇന്ന് സൺഡേ അല്ലടാ, വർക്കൊന്നുമില്ലല്ലോ. സൺഡേ ആണോ? ദിവസവും രാവിലെ എഴുന്നേപ്പിക്കുന്ന എന്റെ ജോലിയാ. ഇന്ന് നേരത്തെ എണീപ്പിക്കാന്ന് വെച്ചപ്പം ആ വാതിലും തുറന്നിട്ടിട്ട് കിടന്നുറങ്ങാല്ലേ? രാത്രി നീ എവിടെയായിരുന്നു? എന്റെ കാര്യം വിടുഗുരു, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? അത് പറ. ഇങ്ങോട്ട്. നല്ല തലവേദനിക്കുന്നുണ്ട്, ഒരു കോഫി ഉണ്ടായി കൊണ്ടുപോവാ. ഇല്ല ഗുരു. എന്തെങ്കിലും എടുത്തോണ്ട് വാടാ. അതും ഇല്ല ഗുരു. എടാ, ബോൺവിറ്റോ ഹോർലിക്സോ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഉണ്ടായിട്ട് വേണ്ട എടുത്തോണ്ട് വരാൻ. പാലെങ്കിലും എടുത്തോണ്ട് വാ. അങ്ങനെ പറ. പാലുകാരൻ ഇന്ന് വന്നില്ല, പിന്നെ പാൽ എവിടുന്ന് കിട്ടാന്? പാലില്ലാതെ ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ബോധത്തോടെ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? എടാ, ഫ്രിഡ്ജിൽ സോഡ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വാ. അത്രേ ഉള്ളൂ, എല്ലാവരും അത്രേ ഉള്ളൂ. വയറ് നിറയുന്നത് വരെ. വയറ് നിറഞ്ഞു കഴിഞ്ഞാലേ കറിവേപ്പില പോലെ എടുത്ത് കളയും. എന്റെ കാര്യം അങ്ങനെ തന്നെ.
അയ്യോ. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇതുപോലെ ലാളിച്ചേനെ, സ്നേഹത്തോടെ ഇതുപോലെ ആഹാരം തന്നേനെ.